നമസ്കാരം. പ്രധാന വാർത്തകൾ. നെയ്യാറ്റിൻകരയിൽ യുവതിയുടെ മരണം. ഡോക്ടറെ സസ്പെൻഡ് ചെയ്താൽ ശക്തമായ പ്രതിഷേധം നടത്തും. നെയ്യാറ്റിൻകര താലൂക്ക് ആശുപത്രിയിൽ കുത്തിവയ്പ്പെടുത്തതിന് പിന്നാലെ യുവതി മരിച്ച സംഭവത്തിൽ ഡോക്ടർക്കെതിരെ ശിക്ഷാ നടപടികൾ സ്വീകരിച്ചാൽ ശക്തമായ പ്രതിഷേധം നടത്തുമെന്ന് അറിയിച്ച് സർക്കാർ ഡോക്ടർമാരുടെ സംഘടനയായ KGMOയെ യുവതിയുടെ മരണവുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ ഡോക്ടറെ സസ്പെൻഡ് ചെയ്യുമെന്ന് ADM നാട്ടുകാർക്ക് ഉറപ്പു നൽകിയതിന് പിന്നാലെയാണ് ഡോക്ടർമാരുടെ സംഘടനയുടെ പ്രതികരണം. അപൂർവമായി സംഭവിക്കുന്ന മരുന്നിനോടുള്ള പ്രതിപ്രവർത്തനം മൂലമുണ്ടായ അനാഫിലിറ്റാക് ഷോക്ക് മാത്രമാണ് മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ഈ വിഷയത്തിൽ കൃത്യമായ മരണകാരണം കണ്ടുപിടിക്കുന്നതിനുള്ള അന്വേഷണത്തിന് പകരം വൈകാരിക പ്രതികരണങ്ങൾക്ക് ഒപ്പം നിന്നുകൊണ്ട് ബന്ധപ്പെട്ട ഡോക്ടർമാർക്കെതിരെ അന്യായമായ ശിക്ഷാ നടപടികൾ സ്വീകരിക്കാനൊരുങ്ങുന്ന പക്ഷം ശക്തമായ പ്രതിഷേധമുണ്ടാകുമെന്നാണ് KGMOയുടെ മുന്നറിയിപ്പ്. തിരുവനന്തപുരത്ത് വള്ളം മറിഞ്ഞ മത്സ്യത്തൊഴിലാളിക്ക് ദാരുണാന്ത്യം. തിരുവനന്തപുരം മരിയനാട് അതിർത്തിയിൽ പുരയിടം പത്രോസാണ് മരിച്ചത്. 58 വയസ്സായിരുന്നു. ഇന്ന് രാവിലെ 6:45 അപകടം നടന്നത്. ശക്തമായ തിരയടിയിൽ വള്ളം മറിഞ്ഞ് അപകടമുണ്ടാവുകയായിരുന്നു. 6 പേരായിരുന്നു വള്ളത്തിലുണ്ടായിരുന്നത്. അപകടത്തിൽപ്പെട്ട മറ്റുള്ളവർ നീന്തി രക്ഷപ്പെട്ടു. വീഴ്ചയിൽ വള്ളത്തിലടിച്ച് ഗുരുതരമായി പരിക്കേറ്റ പത്രോസിനെ മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. പുതുക്കുറിച്ചി സ്വദേശി ജോസിന്റെ ഉടമസ്ഥതയിലുള്ള വള്ളമാണ് മറിഞ്ഞത്. മൃതദേഹം മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി. നിയന്ത്രണം തെറ്റിയ ബൈക്ക് മരത്തിലിടിച്ച യുവാവ് മരിച്ചു. പാലക്കാട് ബൈക്ക് അപകടത്തിൽ യുവാവിന് ദാരുണാന്ത്യം. പാലക്കാട് അണക്കപ്പാറ ചെല്ലുപടിക്ക് സമീപമാണ് അപകടമുണ്ടായത്. നിയന്ത്രണം തെറ്റിയ ബൈക്ക് മരത്തിലിടിച്ച് മറിയുകയായിരുന്നു. കിഴക്കഞ്ചേരി വാക്കാല ബോസിന്റെ മകൻ രഞ്ജിത് കുമാറാണ് മരിച്ചത്. 25 വയസ്സായിരുന്നു. മൃതദേഹം ആലത്തൂർ താലൂക്ക് ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റി. KSEB ജീവനക്കാർക്കെതിരായ പരാതി. വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടു. തിരുവനന്തപുരം അയിരൂരിൽ KSEB ജീവനക്കാർ രാത്രിയിൽ മദ്യപിച്ചെത്തി കുടുംബത്തോടെ മോശമായി പെരുമാറിയെന്ന പരാതിയിൽ നടപടിയുമായി KSEB MD ബിജു പ്രഭാകർ. സംഭവത്തിൽ KSEB വിജിലൻസ് അന്വേഷണത്തിനാണ് ബിജു പ്രഭാകർ ഉത്തരവിട്ടത്. വിജിലൻസ് SP യുടെ നേതൃത്വത്തിലാണ് അന്വേഷണം. വിജിലൻസ് റിപ്പോർട്ട് സമർപ്പിച്ച ശേഷം തുടർ നടപടി സ്വീകരിക്കുമെന്നും ബിജു പ്രഭാകർ പറഞ്ഞു. വരും മണിക്കൂറിൽ ഈ ജില്ലകളിൽ മഴയ്ക്ക് സാധ്യത. ശക്തമായ കാറ്റും. സംസ്ഥാനത്ത് ഇന്ന് 2 ജില്ലകളിൽ മാത്രം മഴ മുന്നറിയിപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് മുന്നറിയിപ്പ്. യെല്ലോ അലർട്ടാണ് ഈ 2 ജില്ലകളിൽ. ഇതിന് പുറമെ വരും മണിക്കൂറുകളിൽ തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. ആലപ്പുഴ ജില്ലയിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മിതമായ മഴയ്ക്കും മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിന്റെ സാധ്യതയെന്നും മുന്നറിയിപ്പ്.